അമേരിക്കൻ കപ്പൽ അഗ്നിക്കിരയായി. ഇതോടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനം വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്നതാണ് എന്ന അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്തു തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ നേവിയുടെ VSS ഹിഗിൻസ് DDG-76 എന്ന കപ്പൽ അഗ്നിക്കിരയായിരിക്കുന്ന റിപ്പോർട്ട് ഔദ്യോഗികമായ രീതിയിൽ തന്നെ അമേരിക്ക സ്ഥിരീകരിച്ചത്. ഇൻഡോ പസഫിക് മേഖലയിൽ തകരുകയായിരുന്നു അല്ലെങ്കിൽ തീപിടിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. ഇതിൽ ഡെഡ് ഇൻ ദി വാട്ടർ എന്നാണ് അതിനെക്കുറിച്ചുള്ള അമേരിക്കയുടെ അഭിപ്രായം, അതായത് മരിച്ചിരിക്കുന്നു എന്ന തരത്തിൽ. സിംഗപ്പൂർ മലാക്ക കടലിടുക്കിലെ സൗത്ത് ചൈന കടലിനോട് ചേർന്നുകൊണ്ടാണ് ഈ കപ്പലിന് തീപിടുത്തമുണ്ടായത്. അഥവാ 2500 മുതൽ 3500 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് ഈ കത്തി എന്ന് പറയപ്പെടുന്ന കപ്പൽ നിന്ന സ്ഥലത്ത് നിന്ന് ചൈനയിലേക്കുള്ള ദൂരം. 5500 മുതൽ 6000 കിലോമീറ്റർ ദൂരപരിധിയാണ് ഇവിടെ നിന്നുള്ള ഇറാനിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈനയുടേതോ അതല്ലെങ്കിൽ ഇറാൻ്റെയോ മിസൈലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന സംശയം. ജെറാർഡ് ആൾഫോർഡിന് ശേഷം ഇങ്ങനെ ഒരു കപ്പലിന് തീപിടിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. തീപിടിച്ച് കടൽ മുങ്ങി എന്നുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യം പുറത്തു വന്നത്. പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല, തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അഗ്നിക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് അമേരിക്ക സ്ഥിരീകരിച്ചത്. അതിന് ചില കാര്യകാരണങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജെറാർഡ് ഫോർഡ് എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് പിന്നീട് അമേരിക്കയിൽ കൊണ്ടുപോയ കപ്പലാണ്. അങ്ങനെ ആ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എങ്ങനെ വന്നിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി വരുന്നില്ല. അതും ഒരു തീപിടുത്തം തന്നെയായിരുന്നു. തീപിടിച്ച ഒരു ഭാഗം അങ്ങനെ തന്നെ കത്തിപ്പോയി. പിന്നീട് ഗ്രീസിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അമേരിക്കയിലേക്ക് തന്നെ മടങ്ങി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഈ അടുത്തായിട്ട് 3 കപ്പലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് കള്ളത്തരമാണ് എന്നുള്ള റിപ്പോർട്ട് മറ്റു തരത്തിൽ നിന്നും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. നാവികസേന വിഭാഗത്തെക്കുറിച്ച് നാവികസേനകൾ ഈ കപ്പലിൽ നിന്ന് എന്തെങ്കിലും അപകടത്തിൽ പറ്റിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് വേറൊന്നില്ല. എന്നാൽ 2 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അവരെ കണ്ടെത്തി എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. കപ്പൽ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റഡാറ്, പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം നിശ്ചലമായി. ഒരു ഗുണമില്ലാത്ത രീതിയിൽ അത് അവസാനിച്ചു എന്ന് ചുരുക്കം. ജോർജ് ബുഷിൻ്റെ ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ച ഡിസ്ട്രോയിഡ് കപ്പലാണ് ഈ പറയുന്നത്. ഇത് ഏത് തരത്തിൽ ഇങ്ങനെ ഒരു തരത്തിലും അപകടത്തിൽ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ അപ്രതീക്ഷിതമായ രീതിയിൽ ശത്രുവിൻ്റെ ആക്രമണത്താലാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ നാവിക മേഖലയൊക്കെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നൊരു സ്ഥിതിയും കടൽ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന തരത്തിലും ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ജെറാൾഡ് ഫോർഡ്, അബ്രഹാം ലിങ്കൺ, പിന്നീട് ജോർജ് ബുഷ്, 3 കപ്പലാണ് ഈ പറയപ്പെട്ടത്. ജെറാൾഡ് ഫോർഡിന് തീപിടിച്ചു, ഗ്രീസിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞതിന് ശേഷം അബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ 7 മിസൈൽ പതിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക സമ്മതിച്ചു. 7 മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം പരിക്കുകളുണ്ട്, എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 അതിൽ കൂടുതലോ യുദ്ധ വിമാനങ്ങൾ കത്തുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മേഖലയിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് കപ്പലിന് സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ അതിജീവിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ അവർക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രശ്ന കാര്യങ്ങൾ വരുന്നത്. ഇൻഡോ പസഫിക് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കപ്പലുകൾ തങ്ങൾക്ക് ചലിപ്പിക്കാൻ തന്നെ ഉള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനികർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇലക്ട്രിക് സ്റ്റോറേജിനാണ് തീപിടുത്തമുണ്ടായത്. അത് അണക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതായിരുന്നു അതിനോടനുബന്ധിച്ച് ഈ അപകടം പറ്റുന്നതോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട്. എന്നാൽ ഈ തീപിടുത്തങ്ങൾ കെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഇനി ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്നാണോ ഈ ആക്രമണം ഉണ്ടായത് എന്ന് സംശയിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പറയുന്നു. ഇപ്പോഴത്തെ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്.
പിന്നീട് റഷ്യയാണ്, മൂന്നാം സ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഇറാനുള്ളൂ. ഇറാൻ അതുകൊണ്ടാണ് എല്ലാ സമയത്തും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറയാനുള്ള കാര്യം. ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ, ആ രാജ്യത്തിലെ, അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഭരണ സംവിധാനങ്ങൾ നിലവിലുള്ള സാഹചര്യം പോലെ നിലനിൽക്കുക എന്നുള്ളവരുടെ ആവശ്യമാണ്. കാര്യം വെനിസ്വേല കീഴടങ്ങിയതോടുകൂടി, അല്ലെങ്കിൽ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതോടുകൂടി അവിടുത്തെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്ക ഏറ്റെടുത്തതിനാൽ തന്നെ അത് ചൈനയ്ക്ക് പെട്രോളിയം കിട്ടുന്നില്ല. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സമാനമായ രീതിയിലാണെങ്കിൽ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാവും, പ്രയാസമുണ്ടാവും. അതിന് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് പെട്രോളിയം ചൈനയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏത് മാർഗം, ഏത് തരത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ വഴി പോകുന്നു ചില റിപ്പോർട്ട് പറയുന്നു. അതിർത്തി കഴിഞ്ഞതിന് ശേഷം കപ്പലിൽ നിന്ന് ഈ ഗൂഡായിൽ മറ്റ് കപ്പലിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. പലതരത്തിലും പല രീതിയിലുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും വരുന്നത്. ഏതായാലും അമേരിക്കയുടെ കപ്പൽ തകർന്നു എന്നൊക്കെ പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരിക്കുന്ന ആഘാതത്തിൻ്റെ ഏറ്റവും വലിയ മുറിപ്പാടാണ് ഈ കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തരത്തിലാണ് റിപ്പോർട്ട് കാര്യങ്ങൾ പോകുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട യുദ്ധത്തിനൊക്കെ ഈ എല്ലാവിധ ആയുധ കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ അത് എത്രത്തോളം വിജയമുണ്ടാകും എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ എത്രത്തോളം അവരുടെ പ്രതികരണം ഉണ്ടാവും, സമീപനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പം തന്നെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ കോൺഗ്രസ്സിലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിലേക്കാണ് ഇപ്പോൾ ആയുധങ്ങൾ അപ്പാടെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഇറാൻ ആക്രമിക്കാനാണ് പ്ലാൻ എന്ന് പറയുന്നു. അതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഭയാശങ്ക ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയോടനുബന്ധിച്ച് ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തിരിക്കുന്ന പ്രസ്താവനയാണ് അമേരിക്കയും ലോകത്തെയും അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യത്തേക്ക് പോകുന്ന പെട്രോളിയം കപ്പലിനെ, അതായത് കൂടുതൽ വഹിച്ചു കൊണ്ടുപോകുന്ന ചരക്ക് കപ്പലിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ആക്രമിക്കുന്ന കപ്പലിനെ കടലിൽ മുക്കും എന്നുള്ളതാണ്. സുരക്ഷിതത്തോടുകൂടി ലക്ഷ്യത്തിലെത്തുന്നവരെ ആക്രമണ മേഖലയിൽ നിന്ന് ഒഴിവാകുന്നതുവരെ തങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നതാണ്. അതിൻ്റെ മുൻപിലും പിറകിലുമായി സുരക്ഷാ സൈനികരോടൊപ്പമായിരിക്കും കപ്പൽ യാത്ര ചെയ്യുന്നത്. അമേരിക്കയുടെ കപ്പലാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം, അല്ലെങ്കിൽ കടലിൽ മുക്കുന്ന തരത്തിലുള്ള നാശം വിതക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു കപ്പലിൽ തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴുള്ള അന്വേഷണം, മീഡിയകളൊക്കെ അന്വേഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും കപ്പൽ ഹോർമസ് കടൽ കടന്നുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പോയിട്ടുണ്ടോ, പോകുന്ന സമയത്താണോ ഈ ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അവരുടെ കപ്പലിനെ ആക്രമിച്ചാലോ സൈനികരെ കൊല്ലപ്പെട്ടാലോ അവരുടെ കവചിത വാഹനങ്ങളൊക്കെ അഗ്നിക്കിരയായാലോ അത് റിപ്പോർട്ടായിട്ട് പുറത്തു കൊടുക്കാറില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ട് ലോകം പ്രതീക്ഷിക്കുന്നില്ല. കള്ളത്തരം മാത്രം അവർ പറയൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ലോകത്തിന് ഇപ്പോൾ അറിയേണ്ടത് ഇറാൻ പറയപ്പെട്ട കാര്യങ്ങൾ അത് അവർ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കടൽ പരപ്പ് അത്ര സുഖകരമല്ല. മാത്രവുമല്ല അതിൽ നിന്ന് സൈനികരുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ മിസൈലിൻ്റെ പ്രഹരശേഷിയിൽ പല ഈ സൈനികർക്കും അപകടമോ അല്ലെ മരണമോ സംഭവിക്കുന്നുണ്ട്. മരണം സംഭവിക്കുന്ന സമയത്ത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പല ഘട്ടത്തിലും പുറത്ത് വരുന്നില്ല. മാത്രവുമല്ല ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ സമയത്ത് 60 ദിവസം ഇപ്പോൾ കഴിഞ്ഞു. 60 ദിവസം മാത്രമേ ഒരു അമേരിക്കയുടെ പ്രസിഡന്റിന് സ്വന്തമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് ഒരു യുദ്ധത്തെ നയിക്കാൻ അമേരിക്കയുടെ ഭരണഘടന അനുവാദം നൽകുന്നുള്ളൂ. 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ കോൺഗ്രസിൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ പാസ്സാക്കി എടുക്കണം. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കാർ മൊത്തത്തിൽ എതിരായതുകൊണ്ടും ഇതൊരു ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന യുദ്ധമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇനി ഇത് എങ്ങോട്ട് നീങ്ങണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നതയും വ്യത്യാസവും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കടലിൽ രക്ഷയില്ലാത്തൊരു സ്ഥിതി വരുന്നു, ആകാശത്തിൽ രക്ഷയില്ലാത്തൊരു സ്ഥിതി വിശേഷം ഇപ്പോൾ ഇറാൻ്റെ ഭൂമിയിൽ നിലവിലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റഡാർ പരിശോധന പോലെയുള്ള ഒരു സംവിധാനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മിസൈലോ അതല്ലെങ്കിൽ അതിന് അനുഭാവം പ്രകടിപ്പിക്കുന്ന മറ്റെന്തോ ഇറാൻ്റെ ആകാശത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
അത് ഏത് തരത്തിലുള്ള എന്ത് വസ്തുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതായത് പ്രതിരോധ സംവിധാനം തീർക്കുകയോ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയോ ചെയ്യുന്നതിനിടയിലാണ് അപ്രത്യക്ഷമായത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ കൃത്യമാണ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധ സംവിധാനം തീർക്കാൻ എല്ലാ സംവിധാനവും അവിടെ തയ്യാറായിട്ടുണ്ട്. കടൽ യുദ്ധമാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കപ്പലുകളും അതിന് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അതും തയ്യാറാക്കിയിട്ടുണ്ട്. കരയുദ്ധമാണെങ്കിൽ ഒരിക്കലും അവരുടെ തലസ്ഥാനമായിരിക്കും തെഹ്റാൻ്റെ ഭാഗത്തേക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അപ്രായോഗികമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.